കഴിഞ്ഞ മാസം 12-ാം തീയതി അഹമ്മദാബാദിൽ പൊട്ടിത്തെറിച്ച AI-171 ബോയിങ് 738 ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട്, പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തു വന്നു. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ഈ ബ്യൂറോ തയ്യാറാക്കിയതാണ്. പക്ഷേ ആരൊക്കെ ചേർന്നാണ് ഈ പ്രിലിമിനറി റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്? അത് ഈ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ടിൻ്റെ ഡേറ്റ് ഏതാ? ഡേറ്റ് ഇല്ല. റിപ്പോർട്ടിൽ ആരെങ്കിലും ഒരാൾ ഒപ്പിടണ്ടേ? ഒപ്പുമില്ല. ഈ റിപ്പോർട്ട് 11-ാം തീയതി രാത്രി ചിലർ 1:30 മണിക്കെന്ന് പറയുന്നു, ചിലർ 2 മണിക്കെന്ന് പറയുന്നു. ഏതായാലും 1:30-ക്കും 2-നും ഇടയ്ക്ക് ഈ റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ വെബ്സൈറ്റിലായിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ഒരു ഡോക്യുമെൻ്റ് പബ്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം. എല്ലാവരും എടുത്തിട്ട് ഷെയർ ചെയ്യുകയാണല്ലോ. അപ്പം ഞാനും അതിന് ബുദ്ധിമുട്ടായൊന്നും പോയില്ല. കാരണം വാലും തലയും ഇല്ലാത്ത ഒരു പ്രിലിമിനറി റിപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടേ ഇല്ല എന്ന് നാളെ മിനിസ്ട്രി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കാരണം ഒപ്പില്ല, പേരില്ല, ഡേറ്റ് ഇല്ല, നമ്പറില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുക. സാധാരണ ഗവൺമെൻറ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? GO/APQ/7172 ഇങ്ങനെ പോയിട്ട് ഡേറ്റഡ് സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിപ്പോർട്ടുകൾക്ക് നമ്പർ വരാറുള്ളത്. അതൊന്നുമില്ല. അപ്പോൾ മറ്റേ ഒരു സത്യമേവ ജയതേ മുദ്രയുണ്ട് കേട്ടോ. 15 പേജാണ് ആ സാധനം എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു സ്വിച്ച്, ഫ്യൂവൽ സ്വിച്ച്. അതിന് 2 പൊസിഷനുണ്ട്. ഒന്ന് ക്ലോസ്, ഒന്ന് റൺ. റൺ എന്ന് പറഞ്ഞാൽ എൻജിനിലേക്ക് ഫ്യൂവല് പോകും. ആ റൺ പൊസിഷനിലിട്ട് വെച്ചാൽ മെക്കാനിക്കൽ സ്വിച്ചാണ്, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചാണ്. നമ്മളെ സാധാരണ ലൈറ്റിൻ്റെ സ്വിച്ച് പോലെയല്ല. ഇത് ഒന്ന് വലിച്ചിട്ട് പൊസിഷൻ മാറ്റണം. ഒന്ന് ഹൊറിസോണ്ടലായിട്ടൊന്ന് വലിക്കണം. എന്നിട്ട് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ റണ്ണായി, താഴത്തേക്കാണെങ്കിൽ ക്ലോസായി. ക്ലോസായി കഴിയുമ്പോൾ ഇത് സ്പ്രിങ് ലോഡഡാണ്. സ്പ്രിങ്ങിൻ്റെ പിടുത്തത്തിൽ ക്ലോസിൽ തന്നെ നിൽക്കും. വലിച്ച് നമ്മൾ റണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ പിടുത്തത്തിൽ റണ്ണിൽ തന്നെ നിൽക്കും. ഇതാണ് ഈ സ്വിച്ചിൻ്റെ സ്വഭാവം. വളരെ ചെറിയ സ്വിച്ചാണ്. ഹണിവെൽ എന്ന പ്രശസ്ത കമ്പനി ഉണ്ടാക്കിയ സ്വിച്ചാണ്. അവർ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ വളരെ ചെറിയ മൈക്രോ സ്വിച്ചസ് വേണ്ടി വരുമല്ലോ. അതൊക്കെ നിർമ്മിക്കുന്ന വലിയ പ്രഗത്ഭന്മാരാണ്. വലിയ കമ്പനിയാണ് കേട്ടോ. ബോയിങ് പോലെ തന്നെ, ബോയിങ്ങിന് 39 ബില്യണോ മറ്റോ ആണ് അവരുടെ വാല്യൂ. ഹണിവെല്ലിന് 36 ബില്യണോ മറ്റോ ഉണ്ട്. അപ്പോൾ തൊട്ട് താഴെ ജനറൽ ഇലക്ട്രിക് എൻജിൻ ഉണ്ടാക്കുന്ന കമ്പനി, ബോയിങ് കമ്പനി, ഹണിവെൽ, ഇവരൊക്കെ ഏകദേശം ഒരേ ടേൺ ഓവറും സംഗതിയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഹണിവെൽ ഒരു ചെറിയ കമ്പനിയാണെന്ന് വിചാരിക്കരുത്. ഞാനൊക്കെ എൻജിനീയറായിരുന്നപ്പോൾ ഹണിവെല്ലിൻ്റെ ഒരുപാട് സ്വിച്ചുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബട്ട് സ്വിച്ച് ഒരു മെക്കാനിക്കൽ സാധനമാണ്. നമുക്ക് വീട്ടിൽ നമ്മുടെ ഡോറ് തുറക്കുമ്പോൾ വെളിച്ചം വരത്തക്ക രീതിയിൽ ഒരു ചെറിയ മൈക്രോ സ്വിച്ച് വയ്ക്കാം, ഇല്ലേ? കതകിൻ്റെ കട്ടളയുടെ അവിടെ ആയിട്ട് മുകളിലൊരു ചെറിയ സ്വിച്ച് വെച്ചാൽ മതി, മൈക്രോ സ്വിച്ച് വെച്ചാൽ മതി. നമ്മൾ വാതിലടയ്ക്കുമ്പോൾ ആ സ്വിച്ച് അങ്ങ് ഞെങ്ങും, ലൈറ്റ് ഓഫാകും. പുറത്തുനിന്ന് നമ്മൾ വന്ന് രാത്രിയായി വാതിൽ തുറക്കുന്ന നിമിഷം ഈ സ്വിച്ച് റിലീസാകും, മുറിയിൽ വെട്ടം വരും. ഇത് നമുക്ക് സാധാരണ ഇതിൽ ചെയ്യാവുന്ന 2 വയറും ഒരു മൈക്രോ സ്വിച്ചും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. കുറേ കാലം ഈ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് അങ്ങ് ക്ഷീണിക്കും. സ്പ്രിങ്ങിൻ്റെ ആ ടെമ്പർ അങ്ങ് പോകും. പിന്നെ ഈ സ്വിച്ച് വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ വാതിൽ തുറന്നാൽ ലൈറ്റ് കത്തിയാലായി, ചിലപ്പോൾ കത്തില്ല, അതവിടെ ഉടക്കി നിൽക്കുകയാണ് സ്വിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് മെക്കാനിക്കൽ സ്വിച്ചുകളുടെ കാര്യം.
അത് വിമാനത്തിൽ വെച്ചാലും കരയിൽ വെച്ചാലും വെള്ളത്തിലിട്ടാലും മൈക്രോ സ്വിച്ചുകളിലേക്ക് മെക്കാനിക്കൽ സാധനങ്ങൾക്കൊരു ആയുസ്സുണ്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബലം അങ്ങ് പോകും. ഇത് ഈ ബോയിങ് 737-8 വിമാനത്തിലും സംഭവിച്ചു എന്ന് ഞാൻ ഉറപ്പ് പറയാൻ കാര്യം എന്താ, 2018 ബോയിങ് കമ്പനി കൊടുത്ത ഒരു അഡ്വൈസറിയിൽ ഈ സ്വിച്ച് പല സ്ഥലത്തും തന്നെത്താനെ ഓപ്പറേറ്റഡ് ആവുന്നുണ്ടെന്നും, അതായത് വൈബ്രേഷൻ കൊണ്ടോ എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ പൊസിഷൻ അങ്ങ് മാറും, റണ്ണിൽ നിന്ന് ഇത് ക്ലോസിലേക്ക് വീഴും. എന്ത് ചെയ്യും? ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ ഫ്യൂവൽ അങ്ങ് കട്ടാകും. അതുതന്നെ ഈ സ്വിച്ച് എന്ന് വെച്ചാൽ ഫ്യൂവൽ കൊണ്ടുവന്ന് സ്വിച്ചിൽ വാൽവുണ്ടാക്കി അതിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. ഫ്യൂവലും എൻജിനും ഒക്കെ വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് വഴി വയറ് കൊണ്ടുവന്നിട്ട് ആ വയറിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെങ്കിൽ വിടർത്തുക. ഇതാണ് റൺ ആൻഡ് ക്ലോസ്. അപ്പോൾ ഈ വയറുകളുടെ കളിയാണ്. സ്വിച്ച് ചീത്തയാകുമ്പോൾ ആകാം, പുറകിൽ വയറ് ലൂസാവാം, വയറ് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം. നമ്മൾ സാധാരണ വീടുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നില്ലേ? സ്വിച്ച് ഇല്ലാഞ്ഞിട്ടാണ്. സ്വിച്ചിൻ്റെ പുറകിൽ വയറുകൾ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ സ്വിച്ച് നല്ലതാണെങ്കിൽ പോലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. ഈ സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് 2018 ബോയിങ് തന്നെ ഒരു അഡ്വൈസറി എല്ലാവർക്കും കൊടുത്തു, എയർ ഇന്ത്യയ്ക്കും കൊടുത്തു. പക്ഷേ ഇത് അഡ്വൈസറി ആയതുകൊണ്ട് നിർബന്ധമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എയർ ഇന്ത്യ അവരുടെ തിരക്ക് കൊണ്ട് അഡ്വൈസറിയൊക്കെ മാറ്റി വെച്ചു. കമ്പൽസറി ആയിട്ടുള്ളത് എടുത്തോ, അഡ്വൈസറി അവിടെ ഇരിക്കട്ടെ, അത് ഉപദേശമല്ലേ. ഒരുപാട് പേര് നമ്മളെ ഉപദേശിക്കാറുണ്ട്, അതവിടെ വെച്ച് നോക്കാം. പിന്നെ ഇത് നമ്മുടെ ഈ കാലാവസ്ഥ നിരീക്ഷണക്കാർ നമുക്ക് റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഗ്രീൻ അലർട്ട്, ഇങ്ങനെ 3 അലർട്ട് ടി വിയിൽ കാണിക്കാറുണ്ടല്ലോ. ഇതെന്താ ഇതിനർത്ഥം? ഈ അലർട്ടിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. റെഡ് അലർട്ടാണ്. എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശരി, മനുഷ്യരെന്താ ചെയ്യണ്ടേ? മനുഷ്യർ കായൽ തീരത്ത് താമസിക്കുന്നവർ കുറച്ചുകൂടെ അകത്തേക്ക് മാറി താമസിക്കണം. കടൽപ്പുറത്ത് താമസിക്കുന്നവർ കുറച്ചുകൂടെ അകത്തേക്ക് മാറണം. മലമ്പ്രദേശത്ത് താമസിക്കുന്നവർ ഉൾപ്രദേശത്തേക്ക് മാറണം. നദീതീരത്തുള്ളവർ കുറച്ചുകൂടെ അകത്തേക്ക് മാറണം. ആളുകൾ നനയരുത് നിർബന്ധമുള്ളവർ കുടയോ മഴക്കോട്ടോ എടുക്കണം. ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് യെല്ലോ, ഇതാണ് റെഡ് എന്നൊക്കെ. ഇതൊന്നും ആരും പറയാറില്ല. ടി വിയിൽ ചുമ്മാ എഴുതി കാണിക്കും യെല്ലോ അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ. നമ്മളാരും ഇത് മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും അലർട്ടാവട്ടെ. ഈ വിമാനത്തിൻ്റെ അഡ്വൈസറി ഇതുപോലെയാണ്. ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. നമ്മൾ പുറത്ത് പോകാൻ നേരത്ത് വീട്ടിലൊരു അപ്പൂപ്പന് ഇരിപ്പുണ്ടെങ്കിൽ പുള്ളി പറയും, എടാ കുട കൊണ്ടുപോയാൽ കൊള്ളാം. ആ മഴയൊന്നും ഇല്ല അപ്പൂപ്പ. ഇല്ലെങ്കിൽ വേണ്ട. 2 സ്റ്റെപ്പ് നമ്മൾ വയ്ക്കുന്നതിന് മുമ്പ് ഒരു കുട ഇരുന്നോട്ടെ ഒരു ധൈര്യത്തിന്. നമ്മൾ പറയും ഓ ഇല്ല, അല്ല കൊണ്ടുപോകുന്ന നല്ലത്, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം. അഡ്വൈസറിയാണ്. ഈ അപ്പൂപ്പന്മാർ നമ്മളെ അഡ്വൈസ് ചെയ്ത് കുളത്തിലിറക്കുമല്ല. അപ്പോൾ അഡ്വൈസറി, എയറിൻ്റെ ഈ അഡ്വൈസറി മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ എന്താ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വൈസറി ഉള്ളത് കൊണ്ട് ബോയിങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറയും ഞങ്ങൾ നേരത്തെ അഡ്വൈസറി തന്നതാണ്, ഈ സ്വിച്ച് ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, 737-ൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, അത് 787-ലും കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ ഞങ്ങൾ അഡ്വൈസറിയിൽ എഴുതിയിരുന്നു. നിങ്ങളത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? അല്ല, അത് അഡ്വൈസറി അല്ലേ. അഡ്വൈസറി ആയാലും കമ്പൽസറി ആയാലും നിങ്ങൾക്കൊരു അറിയിപ്പ് തന്നതല്ലേ. നിങ്ങളിങ്ങനെ സാങ്കേതികത പറഞ്ഞ് രക്ഷപ്പെടാതെ എന്ന് പറഞ്ഞ് ബോയിങ് തടിയൂരും. ബോയിങ്ങിനെ തടിയൂരാനുള്ള ക്ലിയർ പരിപാടി ഗ്രൗണ്ട് വർക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതാണ് ഈ റിപ്പോർട്ട് രാത്രി 1:30 പുറത്തിറങ്ങാൻ കാര്യം. രാത്രി 1:30 ഇന്ത്യക്കാരൊക്കെ ഉറങ്ങുന്ന സമയം, അമേരിക്കക്കാർ എണീറ്റിരിക്കുന്ന സമയം. 1:30 ഇവർ ഫ്ലാഷ് ചെയ്യുന്നു. BBC ഇമ്മീഡിയറ്റ് എടുത്ത് വാർത്തയാക്കുന്നു. BBCയുടെ വാർത്ത അവരുടെ വെബ്സൈറ്റിൽ പോയി അതിൻ്റെ ടൈമിംഗ് നോക്കുക. അവർ ഫ്ലാഷ് ചെയ്തപ്പോഴാണ് അവർ ക്ലിയറായിട്ട് പറയുന്നു, സ്വിച്ചസ് വെയർ ഇൻ ക്ലോസ് പൊസിഷൻ, പൈലറ്റ് കൺഫ്യൂഷൻ, ബോയിങ് പ്ലെയിൻ നോ പ്രോബ്ലം. അവർ ബോയിങ്ങിനെ അങ്ങ് രക്ഷിച്ചു. പൈലറ്റിൻ്റെ തലയിൽ കുറ്റം വെച്ചു. പൈലറ്റ് കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സകല ചാനലുകളും പത്രങ്ങളും കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം എന്നെഴുതും. ഇത് എഴുതിച്ചത് BBC ആണ്, വാൾ സ്ട്രീറ്റ് ജേർണലാണ്,
വാഷിങ്ടൺ പോസ്റ്റാണ്. ഇവരൊക്കെ ഈ അമേരിക്കൻ കമ്പനിയെ രക്ഷിക്കാനായിട്ട് രംഗത്തിറങ്ങിയിട്ട് പൈലറ്റിൻ്റെ തലയിൽ ഇത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഉപോത്ബലകമായിട്ട് അവർ പറയുന്നത് പൈലറ്റ് തമ്മിലുള്ള സംഭാഷണം ഇതിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ വന്നു. ഞാനത് റിപ്പോർട്ടിൽ നിന്നെടുത്ത് വായിക്കാം. ഇൻ ദ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ്, one of the pilots is heard asking the other, why did he cut off? The other pilot responded that he did not do so. നീ എന്തിനാണ് ഇത് കട്ട് ഓഫ് ചെയ്തത് ഫ്യൂവല്? ഞാനൊന്നും കട്ട് ചെയ്തില്ല ചേട്ടാ എന്ന് മറ്റവൻ. അപ്പോൾ ഇത് വെച്ചിട്ട് പൈലറ്റുമാരാണ് ഇത് ചെയ്തതെന്നും അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി ഞാൻ ചെയ്തതാണോ നീ ചെയ്തതാണോ എന്നൊക്കെ. ഇങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ സ്വിച്ച് നേരെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഇവരടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. പൈലറ്റും പൈലറ്റ് ഇൻ ചാർജ്, പിന്നെ കോ പൈലറ്റ്. വണ്ടി ഓടിക്കുന്നത് കോ പൈലറ്റായിരുന്നു. പൈലറ്റ് ഇൻ ചാർജ് എല്ലാം സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോ പൈലറ്റിൻ്റെ കൈ പുറകുവശത്തേക്ക് സൈഡിൽ നീളുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആൾ കാണുന്നില്ലേ. ഇവൻ പോയി ഓഫ് ചെയ്യുകയാണ്. എന്താടാ ഇതെന്ന് ചോദിച്ച് അപ്പം തന്നെ ഓൺ ചെയ്യണ്ടേ, കൈക്ക് കയറി പിടിക്കേണ്ട, ഇതൊക്കെ ചെയ്യുമല്ലോ. ഇവരിപ്പോൾ പറയുന്നത് രണ്ടിലൊരു പൈലറ്റ് ആണിത് ചെയ്തത്, അയാൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആരോപണം. ആ ദൃഷ്ടിയിലേക്ക് അങ്ങോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ പലവിധ ഫോറിൻ വീഡിയോസ് അമേരിക്കയിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്തത് പൈലറ്റുമാർ തന്നെ പറയുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ വിഷമിച്ചു പോയത് NDTVയിൽ പൈലറ്റ് രംഗനാഥൻ, ഒരുപാട് പ്രായമുണ്ട് പുള്ളിക്ക്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരവും ആ പേരും കേട്ടപ്പോൾ ഈ രംഗനാഥൻ എനിക്ക് ഓർമ്മ വന്നു. 80കളിൽ ഞാൻ നിരന്തരം, അന്ന് ഇന്ത്യൻ എയർലൈൻസ് മാത്രമേ ഉള്ളൂ, നിരന്തരം യാത്ര ചെയ്യുന്ന സമയം. അപ്പോൾ അന്ന് ഞാൻ നമ്പർ 1 ആയിട്ട് റേറ്റ് ചെയ്ത ഒരു പൈലറ്റായിരുന്നു രംഗനാഥൻ. ഞാൻ കയറുന്ന വിമാനങ്ങളുടെ പൈലറ്റിൻ്റെ പേര് അവർ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരാണ് പൈലറ്റ് എന്ന്, വെറുതെ അറിയാൻ വേണ്ടി. ഈ രംഗനാഥൻ എൻ്റെ മനസ്സിൽ തടഞ്ഞു എന്ന് വെച്ചാൽ വളരെ സ്മൂത്തായിട്ട് ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് രംഗനാഥൻ. അപ്പോൾ എപ്പോഴാണെങ്കിലും ക്യാപ്റ്റൻ രംഗനാഥൻ ഈസ് ഇൻ കമാൻഡ് എന്നവർ അനൗൺസ് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖമായി, രംഗനാഥൻ ചേട്ടൻ്റെ കയ്യിലാണ് വണ്ടി, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. അന്ന് എനിക്ക് ശകലം പേടിയുണ്ടായിരുന്നു ചാവാനായിട്ടൊക്കെ. ഇന്നിപ്പോൾ ചത്തുപോയാൽ പോട്ടെ എന്ന് വിചാരിക്കും. ഏതായാലും ക്യാപ്റ്റൻ രംഗനാഥൻ ഇന്ന് NDTVയിൽ പറഞ്ഞു കളഞ്ഞു, ഇത് ഹ്യൂമൻ എററാണ്. പൈലറ്റിൻ്റെ അതിലൊരു പൈലറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി പല പൈലറ്റുമാരും എന്നോട് പറഞ്ഞു. നിർഭാഗ്യവശാൽ എയർ ഇന്ത്യക്ക് ഇത് അറിയണ്ട, DGCAക്ക് ഇത് അന്വേഷിക്കാനുമില്ല, സിവിലിയേഷൻ മിനിസ്ട്രി തിരിഞ്ഞു നോക്കാറില്ല, സ്ട്രെസ് എന്താണ് എന്ന് ജുഡീഷ്യറി പോലും മനസ്സിലാക്കാറില്ല. ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ആൾക്കാർ. അമേരിക്കൻ പൈലറ്റ് പറഞ്ഞത് ഈ പറഞ്ഞ സെൽഫ് ഡിഫീറ്റിംഗ് ടെൻഡൻസിയുള്ള ആൾക്കാർ പെട്ടെന്നൊരു നിമിഷത്തിൽ എല്ലാം കൂടെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻജിൻ രണ്ടും അങ്ങ് ഓഫ് ചെയ്യും. ശരി, ഇത് മുഖവിലയ്ക്കെടുത്തു നോക്കിയ ഈ ആർഗ്യുമെൻറ്റ് ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ. വളരെ വികാരഭരിതനായിട്ടാണ് ക്യാപ്റ്റൻ രംഗനാഥൻ സംസാരിച്ചത്. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ. ആ ഒരു ബഹുമാനം എനിക്ക് മനസ്സിലുണ്ട്. ഇത് ശരിയാണെങ്കിൽ തന്നെ മറ്റേ പൈലറ്റ് ഇത് അപ്പം തന്നെ തിരുത്തുമല്ലോ. ഇമ്മീഡിയറ്റ് ചാടി വീണ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് എന്താണ് ഇത്, ഭ്രാന്ത് പിടിച്ചോ നിനക്ക് എന്ന് ചോദിക്കും. അതിന് പകരം വൈ ഡിഡ് യു ക്ലോസ് ദി സ്വിച്ച് എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് നീ ഓഫ് ചെയ്തു, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? നമ്മൾ രണ്ടുപേരും ഒരു കാറിൽ ഓടിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ കൈ നീട്ടി ഇഗ്നിഷൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുന്നു. നിങ്ങൾ ഇതെന്താ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇഗ്നിഷൻ അങ്ങ് ഓൺ ചെയ്യും. അത് കഴിഞ്ഞാണ് ചോദിക്കുന്നത്, മോഹൻദാസ് എന്ത് പറ്റി, എന്താ ഇഗ്നിഷൻ ഓഫ് ചെയ്യാൻ കാര്യം? ഞാൻ വേണമെങ്കിൽ വണ്ടി സൈഡാക്കാൻ നിർത്താൻ, എന്ത് പറ്റി മോഹൻദാസിന്, വെള്ളം കുടിക്കണോ, ചായ വേണോ, എന്തോ കുഴപ്പം, മോഹൻദാസ് അപ്സെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് നിങ്ങൾ ആ സ്വിച്ച് തിരിച്ച് ആക്കില്ലേ. ബട്ട് ഇവിടെ അങ്ങനെയല്ല, വാക്ക് തർക്കം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വിച്ചിൽ ഏകദേശം 7 സെക്കൻഡ് എടുത്തു വീണ്ടും ഈ എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ ബോയിങ്ങിൻ്റെ വാചകം കൂടി കേട്ട് കഴിഞ്ഞാൽ ഒറ്റ എൻജിൻ മതി ബോയിങ്ങിന്, എല്ലാ കാര്യവും ബോയിങ് ചെയ്തോളൂ ഒറ്റ എൻജിൻ വെച്ച്. പിന്നെ മറ്റേ എൻജിൻ ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്, ഒരു വശം മാത്രം എൻജിൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാണാനൊരു സുഖമില്ല, അതുകൊണ്ട് അപ്പുറത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം പറയുന്നത് ഒരു എൻജിൻ ഭാഗികമായിട്ട് പിക്കപ്പ് ചെയ്തു, മറ്റത് കുറച്ച് പിക്കപ്പ് ചെയ്തില്ലെങ്കിലും പോരാതെ വന്നു, അങ്ങനെ വിമാനം താഴെ വീണു. അപ്പോൾ ഈ ഒറ്റ എൻജിൻ പ്രിൻസിപ്പിൾ എവിടെ പോയി? ഇതിലെല്ലാം ഒക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് സംശയം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങളോട് പറയണമല്ലോ. അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, റിപ്പോർട്ടിൽ പറയുകയാണ്, അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ there are no recommended actions to Boeing 787-8 and or GE GEnx 1B engine operators and manufacturers. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ബോയിങ്ങിനോ എൻജിൻ ഉണ്ടാക്കിയ ജനറൽ ഇലക്ട്രിക് കമ്പനിക്കോ ഒരു നിർദ്ദേശവും കൊടുക്കാനില്ല. നിർദ്ദേശം കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ല എന്ന് എഴുതി വയ്ക്കുന്നത് എന്തിനാ? അവരെ രക്ഷിക്കാനല്ലേ. പ്രഥമ ദൃഷ്ടി അവർക്ക് അറ്റ് ദിസ് സ്റ്റേജ് അവർ കുഴപ്പക്കാരല്ല, അവർക്ക് അതിൽ ഉപദേശം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചോ നിങ്ങളോട്? ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ഈ ലൈൻ ഈ റിപ്പോർട്ടിൽ മുഴച്ചു നിൽക്കുന്നു. വെറുതെ ഇരിക്കുന്ന റിപ്പോർട്ടിൽ ജിയുടെ എൻജിനോ ബോയിങ്ങിനോ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ തകരാറൊന്നുമില്ല. എന്തിനങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം പ്രിലിമിനറി റിപ്പോർട്ടിൽ? ആര് നിങ്ങളോട് പറഞ്ഞു? മാത്രമല്ല, ജനറൽ ഇലക്ട്രിക്കിൻ്റെ എൻജിൻ 2022 ജനറൽ ഇലക്ട്രിക് ഒരു ബുള്ളറ്റിൻ ഇറക്കി. ആ എൻജിൻ്റെ ഇലക്ട്രോണിക്സ് ഓവർ ഹീറ്റായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്ത സോൾഡറിങ് ഇളകിപ്പോകുന്നുണ്ട്, അത് പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു. അഡ്വൈസറിയുമല്ല, കമ്പൽസറിയുമല്ല, ബുള്ളറ്റിൻ. ഇതൊക്കെയാണ് ഇവരുടെ ടെക്നിക്ക്. ഈ ബുള്ളറ്റിൻ ആരും വായിച്ചുമില്ല, അതിനെപ്പറ്റി ഒരു പരാമർശം പ്രിലിമിനറി റിപ്പോർട്ടില്ല, അതാരും കണ്ട ചരിത്രമില്ല. എന്നാൽ ഏവിയേഷൻ എക്സ്പെർട്ടുകളെല്ലാം ടി വിയിൽ പറയുന്നു ഇങ്ങനൊരു ബുള്ളറ്റിനുണ്ട്. എൻജിന് നേരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സോൾഡറിങ് പോയിൻ്റ് ഉണ്ട്. സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയറുകൾ തമ്മിൽ EM വെച്ച് യോജിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ആ സോൾഡറിങ് ചൂടായി കഴിഞ്ഞാൽ അത് വിട്ടുപോകും. EM ആണല്ലോ, അത് വീണ്ടും ഉരുകും, വിട്ടുപോകും. ഇതാണ് പ്രശ്നം, ഇത്രേ പ്രശ്നമുള്ളൂ. ബട്ട് ഇത് വലിയൊരു ഇലക്ട്രോണിക് പ്രശ്നമാണ്. ഒരു കണക്ഷൻ പോയാൽ അത് മിസ്ബിഹേവ് ചെയ്യും. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇവരുടെ പൈലറ്റുമാരുടെ തകരാറ് കൊണ്ടാണ്, അവരുടെ മാനസികാവസ്ഥ മോശമായിരുന്നു എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു, ടെൻഷനായിരുന്നു, ഡിപ്രഷനായിരുന്നു, പാരനോയിയായിരുന്നു, എനിത്തിങ്, ഒരുപാട് സൈക്കോളജിക്കൽ ടേംസ് ഉണ്ടല്ലോ. ഇതായിരുന്നു എന്ന് ധ്വനിപ്പിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതരുതായിരുന്നു. ആ സ്വിച്ച് തന്നെത്താൻ മൂവ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ട്രാൻസിഷൻഡ് എന്നുള്ള പേരാണ്. ദ സ്വിച്ച് മൂവ്ഡ് ടു അനദർ പൊസിഷൻ എന്നല്ല പറയുന്നത്, സ്വിച്ച് ട്രാൻസിഷൻ ടു അനദർ പൊസിഷൻ. ഈ ട്രാൻസിഷൻ എന്നുള്ള വാക്ക് ഏതർത്ഥത്തിലും എടുക്കാം. തന്നെത്താനെ മൂവ് ചെയ്തു, വേറെ ആരെങ്കിലും മൂവ് ചെയ്തു, തന്നെത്താനെ മൂവ് ചെയ്താണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാമല്ലോ. ദ സ്വിച്ച് ഓൺ ഇറ്റ്സ് ഓൺ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ എന്നെഴുതാം വ്യക്തമായിട്ട്. ബട്ട് അത് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിന് കാരണം ഈ പൈലറ്റുമാർ തമ്മിലുള്ള ഡയലോഗാണ്. പൈലറ്റുമാർ തമ്മിലുള്ള ഡയലോഗിൽ വാസ്തവത്തിൽ ഈ സ്വിച്ച് ഓഫ് ആയതാണോ ഓഫ് ആക്കിയതാണോ എന്നുള്ളത് ഒരു വിഷയമാകുന്നു വീണ്ടും. കാരണം ഒരു പൈലറ്റ് മറ്റേ ആളിനോട് ചോദിക്കുക, ആരാണിത് ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് നീ ഇത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഞാനല്ല എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാളല്ലല്ലോ, അയാളെ മുഖവിലേക്ക് എടുക്കണമല്ലോ, അയാളല്ല. ഈ ചോദിച്ച ആളുമല്ല, ചോദിച്ച ആൾ തന്നെ ചെയ്തതാണെങ്കിൽ മറ്റവനോട് ചോദിക്കില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പൈലറ്റുകളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവ് അവർ തമ്മിലുള്ള സംഭാഷണം തന്നെയാണ്, ഇല്ലേ?
നീയാണോ ഇത് ചെയ്തത്, എന്തിനിത് ചെയ്തു എന്നൊരാൾ ചോദിക്കുന്നു. അതിനർത്ഥം അയാൾ ചെയ്തിട്ടില്ല, മറ്റവൻ ചെയ്തു എന്ന് പ്രിസ്യൂം ചെയ്യുകയാണ്. മറ്റവൻ പറയുന്നു അയ്യോ ഞാൻ ചെയ്തിട്ടില്ല ചേട്ടാ എന്ന് അവനും പറയുന്നു. അപ്പോൾ പിന്നെ ചെയ്തതാരാ? ഒന്നുകിൽ അത് തന്നെത്താനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഭൂതപ്രേത പിശാചാദികൾ ആരെങ്കിലും അതിനകത്ത് കയറിയിട്ട് അത് ചെയ്തു. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ ഇതിനകത്ത് അട്ടിമറി സംശയിക്കുന്നത്. ഇപ്പോൾ ആ അട്ടിമറിയിൽ ബോയിങ് എന്നുള്ള കമ്പനിയുടെ പേര് കൂടെ എഴുതി ചേർക്കേണ്ടി വരുന്നു. 126 അപകടങ്ങൾ ബോയിങ്ങിൻ്റെ നടന്നിട്ട് 126 അവർ പൈലറ്റിൻ്റെ തലയിൽ വയ്ക്കുകയായിരുന്നു. ഒരേ അപകടം 2 തവണ നടന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ അപകടം മാത്രമാണ് ബോയിങ് ഏറ്റെടുത്തത്. ബാക്കി എല്ലാം തന്നെ അവർ വളച്ചു ചുറ്റി പൈലറ്റിൻ്റെ തലയിൽ ഒരു സംശയമുണ്ടാക്കിയിട്ട് പൈലറ്റ് മരിച്ചു പോയല്ലോ. ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ 2 പൈലറ്റുമാരും മരിച്ചുപോയി. അവർ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ അവർ ജീവിച്ചിരിപ്പില്ല. അവരുടെ കുടുംബാംഗങ്ങളെ ഭേദ്യം ചെയ്താൽ നിങ്ങൾക്കൊരു ഉത്തരവും കിട്ടുകയുമില്ല. വെറുതെ ആ പാവങ്ങളെ ഉപദ്രവിക്കാമെന്നേ ഉള്ളൂ. ബട്ട് അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ ഈ പൈലറ്റുമാരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ ഡിപ്രഷനായിരുന്നു, തലയ്ക്ക് സ്ഥിരതയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്, എന്തൊരു മഹാപാപമാണ് ഇതൊക്കെ. അൺലെസ് യു ഹാവ് കൺക്ലൂസീവ് എവിഡൻസ് യു ഷുഡ് നോട്ട് ലീഡ് ടു സച്ച്. ഒരു സംശയം ജനിപ്പിക്കുക, ഒരാളിനെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുക. ചോദിച്ചാൽ ഇത് പ്രിലിമിനറി റിപ്പോർട്ടല്ലേ, ഫൈനൽ റിപ്പോർട്ട് അല്ലല്ലോ. ഫൈനൽ റിപ്പോർട്ട് പണ്ടാടങ്ങാനായിട്ട് ഇനി 1 വർഷം കഴിഞ്ഞാൽ വരുന്നത്. അതിനുള്ളിൽ മനുഷ്യൻ സഹിക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ പൈലറ്റുമാരെ ചീത്ത പറയരുതായിരുന്നു. ഇനി പൈലറ്റിൽ ഒരാൾ ഈ അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും അതും ഒരു 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 വലിയ പോരായ്മയാണ് എയർലൈനിൻ്റെ. ഇവരെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും സംഗതിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്തു, എത്ര സ്ഥലത്ത് പോയി, എന്തെല്ലാം ചെയ്തു, ഇതെല്ലാം ഇവർ കള്ളു കുടിച്ചിട്ട് എത്ര ദിവസമായി, ഉറങ്ങിയിട്ട് എത്ര ദിവസമായി, കൂടുതൽ ഉറങ്ങാറുണ്ടോ, പുകവലിക്കാറുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പൈലറ്റുമാരുടെ. പൈലറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റുണ്ട്. എന്തൊക്കെ നിങ്ങൾ പെർക്യൂസിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ അയാൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ബേസിക്കലി ഒരു ഡ്രൈവറാണ്. കാരണം ഈ പൈലറ്റ്സ് അസോസിയേഷൻ ട്രേഡ് യൂണിയനാണോ എന്നൊരു ചോദ്യം വന്നു. ഇപ്പോൾ ട്രേഡ് യൂണിയൻ ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആഫ്റ്റർ ആൾ ഹീ ഈസ് എ ഡ്രൈവർ. മേ ബി എ കോംപ്ലിക്കേറ്റഡ് മെഷീനാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബട്ട് ഡ്രൈവറാണ്. അതുകൊണ്ട് ട്രേഡ് യൂണിയൻ്റെ അവകാശം അവർക്കുണ്ട് യൂണിയൻ ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷൻ. അവരിപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടൊക്കെയുണ്ട്. ഏതായാലും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നിലനിർത്തുന്ന ഒരു റിപ്പോർട്ടായിപ്പോയി ഇത്. മാത്രമല്ല വിദേശ മാധ്യമങ്ങൾക്ക് കളിക്കാനായിട്ട് അവരുടെ ടൈം നോക്കി ഇത് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് സാധ്യവുമല്ല. കാരണം ഇത് ഇമ്മീഡിയറ്റ് പിക്കപ്പ് ചെയ്തു. BBC ചെയ്തു, വാഷിങ്ടൺ പോസ്റ്റ് ചെയ്തു, വാൾ സ്ട്രീറ്റ് ജേർണൽ ചെയ്തു, ഗാർഡിയൻ ചെയ്തു, കാണ്ടപത്രാദി യൂട്യൂബർമാരെല്ലാം, ഇംഗ്ലീഷുകാർ സായിപ്പന്മാരെല്ലാം ഇറങ്ങി. നിങ്ങൾ നോക്കുമ്പോൾ യൂട്യൂബിൽ നിറച്ച് ഈ ഇവരുടെ പൈലറ്റുമാരുടെ കഥന എന്നൊക്കെ പറഞ്ഞിട്ടാണ് സഹതാപത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ സംഭവം ബോയിങ്ങിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഫൈനൽ മെസ്സേജ് പോകുന്നത് ബോയിങ് പ്ലെയിനിന് യാതൊരു കുഴപ്പമില്ല, ഈ പാവം സ്ട്രെസ്സായിപ്പോയി, തലയ്ക്ക് സുഖമില്ലാതെ വന്നു, എന്ത് ചെയ്യാൻ പറ്റും പാവം, നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് നല്ല ഫൈനാൻഷ്യൽ പാക്കേജ് കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സായിപ്പന്മാർ ഉപദേശിക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. താങ്ക് യു.